മനുഷ്യർ ആഗ്രഹിക്കുന്ന രണ്ട് സംഗതികളാണ് ദീർഘായുസ്സും അതുപോലെ തന്നെ ഐശ്വര്യവും. ദീർഘായുസ്സോടുകൂടിയുള്ള ഐശ്വര്യം നിറഞ്ഞ ജീവിതം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന സംഗതികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഐശ്വര്യം നിറഞ്ഞ ജീവിതം, ജീവിത വിഭവങ്ങളിലുള്ള വർധനവും ദീർഘായുസ്സും നിങ്ങൾക്ക് വേണമോ? ഫൽ യസിൽ റഹ്മഹു, എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബബന്ധം ചേർക്കുക. മറ്റൊരിക്കൽ പറയുകയുണ്ടായി, ഇതേ വാചകം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മരണം അതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലും നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് തോന്നും, എന്താണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത്? സാധാരണഗതിയിൽ നമ്മളെല്ലാം ബന്ധുമിത്രാദികളെ സന്ദർശിക്കുകയും അവരോടൊപ്പം ജീവിക്കുകയും സഹവസിക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. സ്വാഭാവികമായും കുടുംബബന്ധത്തിൻ്റെ ആ ദൃഢമായിട്ടുള്ള ആ നിലനിൽപ്പിന് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളും സഹായങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാകേണ്ടത് തന്നെയാണ്. പക്ഷെ പ്രവാചകൻ പ്രത്യേകമായി നമ്മളോട് പഠിപ്പിച്ചു, ലൈസൽ വാസിലു ബിൽ മുക്കാഫി, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നവൻ, കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറയുന്നത് അത് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ബന്ധം ചേർക്കലല്ല. മറിച്ച് അവരിൽ ഒരാൾ ബന്ധം മുറിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അകന്നു നിൽക്കുകയും വരാതിരിക്കുകയും സംസാരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ സംജാതമാകുമ്പോൾ ആ ബന്ധത്തെ അങ്ങോട്ട് പോയി ആ ബന്ധം ചേർക്കുന്നവനാണ് കുടുംബബന്ധം ചേർക്കുന്നവൻ. ഇത് നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ട ഒരു വലിയ ഒരു പ്രവാചകന്റെ അധ്യാപനമാണ് നമുക്ക് നൽകുന്നത്. ബന്ധങ്ങളുടെ ഊഷ്മളതക്ക്, ആ ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന, അകന്നു പോകുന്ന ബന്ധങ്ങളെ നാം അങ്ങോട്ട് പോയി അതിൻ്റെ എന്താണോ പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി ആ ബന്ധങ്ങളെ നന്നാക്കി തീർക്കുക. അതാണ് ശരിയായ കുടുംബബന്ധം ചേർക്കൽ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സിൽ റസൂലുള്ളാഹി അവിടെ ഉണ്ടായിരുന്ന തൻ്റെ അനുജന്മാരോട് പറഞ്ഞു, ഇന്ന് ഇവിടെ ബന്ധുക്കളുമായി പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ സദസ്സിൽ ഇരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഒരു പ്രവാചകന്റെ അനുചരൻ എഴുന്നേറ്റ് പോയി. എന്നിട്ട് തൻ്റെ ഉമ്മയുടെ സഹോദരിയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് തിരിച്ചു വന്നു. പ്രവാചകൻ അപ്പോൾ അനുചരന്മാരോട് പറഞ്ഞു, ഇന്ന റഹ്മത്ത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാത്തിഉർ റഹീം, അള്ളാഹുവിൻ്റെ കാരുണ്യം ബന്ധം മുറിച്ചവർ ഇരിക്കുന്ന സദസ്സിൽ ഇറങ്ങുകയില്ല എന്ന് പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് പറയുകയുണ്ടായി. കുടുംബബന്ധം ചേർക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രവാചകന്റെ അധ്യാപനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബബന്ധത്തെ തൗഹീദിനോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യത്തോട് ചേർത്ത് പറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിൽ കുടുംബബന്ധങ്ങൾ അറ്റുപോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധവും കാത്തു സൂക്ഷിക്കാതിരുന്ന ഒരു സമൂഹത്തിലെ നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ആ സമൂഹത്തോട് വിളിച്ചു പറയുകയുണ്ടായി. അങ്ങനെ എത്രയെത്ര അധ്യാപനങ്ങൾ നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ കുടുംബബന്ധം ചേർക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും.